പന്തല്ലൂരിന് സമീപം തമിഴ്നാട് ഗൂഡല്ലൂരിലും പുലിയുടെ ആക്രമണം. ഗൂഡല്ലൂർ പടച്ചേരിയിൽ 23-കാരിയെ വീടിന് മുന്നിൽ നിന്നാണ് പുലി ആക്രമിച്ചത്. യുവതിയെ ഗൂഡല്ലൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്തല്ലൂരിൽ ഇന്നലെ 3 വയസ്സുകാരിയെ ആക്രമിച്ചു കൊന്നതിന് പിന്നാലെയാണ് വീണ്ടും പുലിയുടെ ആക്രമണം നടന്നത്. പുലിയുടെ ആക്രമണത്തെ തുടർന്ന് നാട്ടുകാർ പ്രദേശത്ത് റോഡടക്കം ഉപരോധിച്ച് പ്രതിഷേധത്തിലാണ്. ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിലെ വ്യാപാരികൾ ഇന്ന് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. ജനങ്ങളോട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനും ആഹ്വാനമുണ്ട്. ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളുടെ അതിർത്തികളിൽ വാഹനങ്ങൾ തടയുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രഖ്യാപിച്ചു. നാടുകാണി, വയനാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും തടയുമെന്നും സംഘടനകൾ പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് ആദിവാസി യുവതിയെ പുലി ആക്രമിച്ചത്. കുഞ്ഞിനെ കൊന്ന പുലി തന്നെയാണ് ഇതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. പന്തല്ലൂർ തൊണ്ടിയാളത്തിൽ അമ്മയ്ക്കൊപ്പം പോവുകയായിരുന്ന 3 വയസ്സുകാരിയെ ആണ് കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 1 മാസത്തോളമായി പ്രദേശത്ത് പുലിയുടെ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 4 യുവതികളെയും ഒരു പെൺകുട്ടിയെയും പുലി ആക്രമിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പന്തല്ലൂർ താലൂക്കിലെ വിവിധയിടങ്ങളിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാൻ സാധിച്ചില്ല. പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയത് ഒരു പുലി തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഗൂഡല്ലൂരിലെ ദേവാന മംഗോ വില്ലേജിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ചത്. ജാർഖണ്ഡ് സ്വദേശികളായ ശിവശങ്കറിൻ്റെയും മിലൻ ദേവിയുടെയും മകൾ നാൻസിയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അങ്കണവാടിയിൽ നിന്ന് തിരികെ വരുമ്പോഴായിരുന്നു കുട്ടിയെ പുലി ആക്രമിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 4 യുവതികളെയും ഒരു പെൺകുട്ടിയെയും പുലി ആക്രമിച്ചിരുന്നു. സമീപകാലത്ത് വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ പ്രജീഷ് എന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു. പശുവിന് പുല്ല് വെട്ടാൻ പോയതായിരുന്നു പ്രജീഷ്. തിരിച്ചെത്താതിനെ തുടർന്നാണ് സഹോദരൻ അന്വേഷിച്ചു പോയപ്പോഴാണ് വയലിൽ പാതി ഭക്ഷിച്ച നിലയിൽ പ്രജീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.